പഠിപ്പിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറാണ്. ഏത് ലെസണാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്? നോട്ട് പാഡ് എന്ന് പറയുന്ന ലെസൺ എല്ലാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ടീച്ചർ അതിൻ്റെ DP ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നോട്ട് പാഡ് DP എന്നാണ് 18 ജനുവരി 2022 ട്യൂസ്ഡേയിലാണ് 10 AM കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് DP എഴുതുക. Today we are going to start a new lesson, TuxPaint. അപ്പോൾ TuxPaint എന്ന് പറയുന്നത് എന്താണ്? TuxPaint is a paint program. അപ്പോൾ ടീച്ചർ അത് ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ടീച്ചർ കുറച്ച് ഹാർഡ് വേർഡ്സ് മോഡിൽ എഴുതിയിട്ടുണ്ട്. All of you listen here. Number 1, TuxPaint. 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 Number 2, programs. programs, programs. Number 3, title screen. TITLESCREEN, title screen. Number 4, main screen. MAINSCREEN, main screen. Number 5, toolbar. TOOLBAR, toolbar. Number 6, background. BACKGROUND, background. Let us move on to the text. All of you open your text and take page number 48. Today we are going to study the lesson TuxPaint. Okay. TuxPaint is an easy to use drawing program. അപ്പോൾ TuxPaint എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡ്രോയിങ് പ്രോഗ്രാമാണ്. We can make beautiful drawings using TuxPaint. അപ്പോൾ TuxPaint ഉപയോഗിച്ച് നമുക്ക് എന്താ വളരെ മനോഹരമായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കുന്നു. It also has sound effects. അപ്പോൾ ഇതിന് എന്തുണ്ട്? സൗണ്ട് ഇഫക്ട്സും ഉണ്ട്. TuxPaintന് സൗണ്ട് ഇഫക്ട്സും കൂടി ഉണ്ട്. ഓക്കെ. സ്റ്റാർട്ടിങ് TuxPaint. എങ്ങനെയാണ് TuxPaint എന്നുള്ള ഈ പ്രോഗ്രാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്. We can start TuxPaint by the following steps. അപ്പോൾ TuxPaint സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമ്പർ 1, ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ അല്ലേ? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, ക്ലിക്ക് ഓൺ ഓൾ പ്രോഗ്രാംസ്. എന്നിട്ട് എവിടേക്ക് പോവുക? ഓൾ പ്രോഗ്രാംസിലേക്ക് ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ TuxPaint. അപ്പോൾ ആൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? TuxPaint ഇതാ കണ്ടല്ലോ, TuxPaintൽ ക്ലിക്ക് ചെയ്യുക. ദ ടൈറ്റിൽ സ്ക്രീൻ വിൽ അപ്പിയർ വിതിൻ എ ഫ്യൂ സെക്കൻഡ്സ്. അപ്പോൾ TuxPaint ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എന്താണ്? ഏത് സ്ക്രീനാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്? ടൈറ്റിൽ സ്ക്രീനാണ് കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതാണ് ടൈറ്റിൽ സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ സ്ക്രീനാണ് ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ മെയിൻ സ്ക്രീൻ വിൽ അപ്പിയർ ആൻഡ് ദ ടൈറ്റിൽ സ്ക്രീൻ വിൽ ഡിസപ്പിയർ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ടൈറ്റിൽ സ്ക്രീൻ എന്ത് ചെയ്യുന്നു? പോയിട്ട് ഡിസപ്പിയർ ആയിട്ട് ഏതാണ് വരുന്നത്? മെയിൻ സ്ക്രീനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ദ മെയിൻ സ്ക്രീൻ ഹാസ് എ ടൂൾ ബാർ. മെയിൻ സ്ക്രീനിന് ഒരു ടൂൾ ബാറുണ്ട്. ഇതാണ് ആ ടൂൾ ബാർ എന്ന് പറയുന്നത്. ദിസ് ടൂൾ ബാർ ഹെൽപ്സ് ആസ് ടു ഡ്രോ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അപ്പോൾ ഈ ടൂൾ ബാർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്, മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കുന്നതിനാണ് ഈ ടൂൾ ബാർ ഹെൽപ്പ് ചെയ്യുന്നത്. ലെറ്റ് us ലേൺ എബൌട്ട് സം TuxPaint ടൂൾസ്. അപ്പോൾ ഇനി ടീച്ചർ പറയാൻ പോകുന്നത് TuxPaint ടൂൾസ് ഏതൊക്കെയാണെന്നാണ് ടീച്ചർ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ഏതാണ്? ന്യൂ. ദ ന്യൂ ബട്ടൺ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ എ ന്യൂ പേജ് ടു ഡ്രോ. ഇപ്പോൾ ന്യൂ ബട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ന്യൂ പേജ്, ഇപ്പോൾ നമുക്ക് വരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂ പേജ് ഓപ്പൺ ചെയ്യുന്നതിനാണ് ഏത് ബട്ടൺ ഉപയോഗിക്കുന്നത്? ന്യൂ ബട്ടൺ ഉപയോഗിക്കുന്നത്. ഓക്കെ. വി ക്യാൻ ഓപ്പൺ ദ ന്യൂ പേജ് ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇപ്പോൾ ന്യൂ പേജ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്പർ 1, ക്ലിക്ക് ഓൺ ദ ന്യൂ ബട്ടൺ ഫ്രം ദ ടൂൾ ബാർ. അപ്പോൾ ടൂൾ ബാർ കണ്ടല്ലോ, ഇതാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇതാണ് ന്യൂ ബട്ടൺ എന്ന് പറയുന്നത്. ന്യൂ ബട്ടൺ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക.
എ ലിസ്റ്റ് ഓഫ് വേരിയസ് കളേഴ്സ് ആൻഡ് പിക്ചേഴ്സ് വിൽ അപ്പിയർ. അപ്പോൾ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇതുപോലുള്ള ഒത്തിരി കളേഴ്സും അതുപോലെ തന്നെ പിക്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ പിക്ചേഴ്സുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Then the second one, click on the desired color or picture. അപ്പോൾ ഒന്നിൽ നമ്മൾ ഇതുപോലുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പിക്ചേഴ്സ് വരും. അപ്പോൾ അതിൽ നമുക്ക് ഏത് പിക്ചറാണോ ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക. This color or picture will work as the background of the page. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ കളർ അല്ലെങ്കിൽ ആ പിക്ചർ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിട്ടാണ് വരുന്നത്? നമ്മൾ ന്യൂ പേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണിത് വരുന്നത്. ഓക്കെ. Then the third one, click on the open option. ഇനി നമ്മൾ എന്തിനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഓപ്പൺ ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. We can now start working on a new picture. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നൊരു ന്യൂ പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നു. അതിൽ നമുക്ക് ന്യൂ പിക്ചർ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പുതിയ പിക്ചേഴ്സൊക്കെ നമുക്കതിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ടീച്ചറിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാ പേരും ടെക്സ്റ്റ് റീഡ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, let us move on to the notebook. All of you open your notebook, write today's date and the name of the lesson. Please listen to the hard words. Tux Paint, Tuxpaint, Tux Paint. Programs, Programs, Programs. Title Screen, Titlescreen, Title Screen. Main Screen, MAINSCREEN, Main Screen. All of you write these hard words 5 times neatly, touching the lines, and send it to me. Okay, bye children. Good morning, my dear butterflies. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പഠിച്ചുകൊണ്ടിരുന്നത്? ആ ലെസന്റെ സ്റ്റോറിയൊക്കെ നമുക്കിപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. അതിനുശേഷമുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്, ഗ്രാമർ പോർഷൻസ് ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നും. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ ചിൽഡ്രൻ. Okay, all of you take your textbook. Please listen here. Page number 10. Okay, writing sentences. Betty's story. Look at the picture and fill the blanks. Okay, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് ഈ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യണം. നോക്കിയേ, നമ്പർ ഓഫ് ഗേൾസ്. ഇവിടെ നോക്കി പിക്ചറിൽ എത്ര ഗേൾസിനെയാണ് കാണുന്നത്? കൗണ്ട് ചെയ്തേ. 1 2 3 4. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് 4. ഓക്കെ, 4. ദെൻ നമ്പർ ഓഫ് ഗേൾസ് സ്റ്റാൻഡിങ്. ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്ന അതായത് നിൽക്കുന്ന ഗേൾസ് എത്രയാണ്? 1 2 3. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് സ്റ്റാൻഡിങ് 3. നമ്പർ ഓഫ് ബലൂൺസ്. ഇവിടെ എത്ര ബലൂൺസാണ് കാണുന്നത്? നോക്കിയേ, 1 2 3 4 5. അപ്പോൾ നമ്പർ ഓഫ് ബലൂൺസ് 5. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? പിക്ചർ നന്നായിട്ട് നോക്കുക, അതിനുശേഷം ഫില്ല് ചെയ്യുക. ദെൻ കംപ്ലീറ്റ് ദ പാരഗ്രാഫ് വിത്ത് ഫ്രേസസ് ഫ്രം ദി ബോക്സ്. നോക്കി, ഇവിടെ ബോക്സിൽ കുറച്ച് ഫ്രേസസ് ഉണ്ട്. നോക്കൂ. All the girls, because it was I who fell down, went to a party, but why didn't you laugh? Something funny happened, that her daughter was kind. A little girl fell down. Then last one, told her mother a story. അപ്പോൾ ബോക്സസ് നമ്മൾ റീഡ് ചെയ്തു. അതിനുശേഷം നോക്കി ഇവിടെ one day Betty dash when she came back she dash she said mother dash at the party dash. അങ്ങനെ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ആണ്. on the floor പിന്നെയും ബ്ലാങ്ക് സ്പേസ് ആണ്. started laughing but I didn't laugh. Betty's mother was happy then and did not laugh at the
others. She said, God bless you, Betty. Betty replied, I didn't laugh. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബോക്സിൽ നിന്നുള്ള കറക്റ്റായിട്ടുള്ള ഫ്രേസസ് ഇങ്ങോട്ടും എഴുതി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഈ പാരഗ്രാഫിനെ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ ഫില്ല് ചെയ്യുക. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഫസ്റ്റ് one day Betty went to a party. When she came back, told her mother a story. She said, Mother, something funny happened at the party. A little girl fell down on the floor. Then all the girls started laughing, but I didn't laugh. Betty's mother was happy that her daughter was kind. Okay, and did not laugh at others. She said, God bless you, Betty, but why didn't you laugh? God bless you, Betty, but why didn't you laugh? Betty replied, I didn't laugh because it was I who fell down. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബോക്സിൽ നിന്ന് ടീച്ചർ പറഞ്ഞു തന്നതുപോലെ ഫില്ല് ചെയ്ത് കാണിക്കുക. നെക്സ്റ്റ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. സൗണ്ട് ആൻഡ് സ്പെല്ലിംഗ് E sound. Say the following words after your teacher. 1. Head has a short sound. Bed. E has a long sound. Head, bed. Okay, first one, head. E has a short sound. Head. Bed. E has a long sound. Okay, your teacher will say the following words. Listen and write each word in the short vowel sound group or the long vowel sound group. അപ്പോൾ ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. അതിനുശേഷം ഷോർട്ട് വവൽ സൗണ്ടും ലോങ് വവൽ സൗണ്ടും കണ്ടുപിടിക്കുക. 2 ഗ്രൂപ്പ്സായിട്ട് അതെന്ത് ചെയ്യുക, എഴുതുക. ഫസ്റ്റ് നോക്കിയേ ബോക്സിൽ ഏതൊക്കെ വേർഡ്സ് ആണെന്ന് തന്നേക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ബ്രേഡ്, ഡ്രീം, ഫെദർ, പ്ലീസ്, ട്രഷർ, സീസൺ, ടീച്ച്, tread, heavy, breathe, cheap, deaf, spread, beach, east, cream, dead, leaf. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്നിവിടെ സ്പേസ് തന്നിട്ടുണ്ട്. ഷോർട്ട് വവൽ സൗണ്ട്സിനെയും ലോങ് വവൽ സൗണ്ട്സിനെയും എഴുതുക. അതേതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഷോർട്ട് വവൽ സൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഷോർട്ട് സൗണ്ടിൽ ഈ എന്ന സൗണ്ട് ഷോർട്ടായിട്ട് വരുന്ന ഷോർട്ട് വവൽ സൗണ്ടും ലോങ് വവൽ സൗണ്ടും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ ഹിന്ദിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണ്? പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ മേള എന്ന് പറയുന്ന ലെസൺ ആണ് അല്ലേ? ദസറ ഫെസ്റ്റിവലിലെ മേള അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ടെക്സ്റ്റ് വായിച്ചു, ടീച്ചർ വായിച്ചു പറഞ്ഞു തന്നു. എല്ലാവർക്കും ടെക്സ്റ്റ് വായിക്കാൻ അറിയാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് വായിക്കാൻ പഠിക്കുക, നല്ലതുപോലെ മനസ്സിലാക്കി വായിച്ചു പഠിക്കുക.
ദെൻ മീനിങ്സ് തന്നു, കുറച്ച് ഹാർഡ് വേർഡ്സ് വായിക്കാൻ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ്, നോട്ട്സ് ആണ്. ആൻസർ ദ ഫോളോയിങ്സും ടെക്സ്റ്റ് വർക്കുമാണ് കേട്ടോ. അപ്പോൾ അത് പഠിക്കാൻ നോക്കാം. Okay children, take your text, page number 39. എന്നിട്ട് ടീച്ചർ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ടീച്ചർ പറഞ്ഞപ്പോഴേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആൻസർ പറയാമെന്ന് പറഞ്ഞിട്ട് വായിച്ച ഒരു ക്വസ്റ്റ്യനിലാണ് ജസ്റ്റ് മിസ്റ്റേക്ക് ടീച്ചർ മീനിങ് പറഞ്ഞതിൽ കേട്ടോ. മേളെ മേം ക്യാ ക്യാ ചീസേം ഹോത്തി ഹൈം. അതിൽ മേളയിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചീസേം. അതിന് ടീച്ചർ ചീസേം പറഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ മിസ്റ്റേക്ക് പറ്റിയത്. ചീസേം എന്ന് പറഞ്ഞാൽ തിങ് ആണ്, തിങ്സ് കേട്ടോ. ചീസേം എന്ന് പറഞ്ഞാൽ തിങ്സ് ആണ്, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്നതാണ് കേട്ടോ. സോറി ഫോർ മൈ മിസ്റ്റേക്ക്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ചീസേം കറക്റ്റ് മീനിങ് എന്താണ്? തിങ് കേട്ടോ, ചീസേം. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. വ്യാകരൺ ഞാൻ മൗഖിക്, ഏകവചൻ ബഹുവചൻ, കേല കേലേ, പേഠ പേഠേ, ഷേർ പുല്ലിംഗ് സ്ത്രീലിംഗ്, ഷേർ ഷേർനി, ബന്ധർ ബന്ധരിയ. ഓക്കെ ചിൽഡ്രൻ. ദെൻ റെയിൽഗാഡി. റെയിൽഗാഡി എന്താണ്? ട്രെയിൻ അല്ലേ. നമുക്കിത് വായിക്കാം. റെയിൽഗാഡി മേരാ നാം, ചുക് ചുക് ചൽന മേരാ കാം. റെയിൽഗാഡിയാണ് എൻ്റെ പേരെന്ന് പറയുന്നത്. റെയിൽഗാഡി തീവണ്ടി, ട്രെയിനാണ്. ചുക് ചുക് ചൽന മേരാ കാം, എൻ്റെ ജോലി എന്ന് പറയുന്നത് ചുക് ചുക് ചുക്. നിങ്ങൾക്കറിയാമല്ലോ ട്രെയിനിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ചുക് 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 ചുക്, വണ്ടി തീവണ്ടി എന്ന് നമ്മൾ പാടിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. യെസ്, അതാണ് ചുക് ചുക് ചൽന മേരാ കാം. ദൂർ ദൂർ തക് സഫർ കരാത്തി. ദൂരേട്ട് യാത്ര പോവുകയാണ്. ദൂർ ദൂർ തക് സഫർ കരാത്തി, സഫർ ജേണി. ആകെ ആകെ ചൽത്തി ജാത്തി, എന്താണ്? മുന്നോട്ട് പോകുകയാണ്, ചൽത്തി ജാത്തി. നേഖ രേഖ ചേതൻ ആവോ. നേഖ രേഖ ചേതൻ, ഈ 3 കുട്ടികളെയും വിളിക്കുകയാണ് തീവണ്ടി, ട്രെയിൻ, റെയിൽഗാഡി വിളിക്കുകയാണ്. ആവോ വരൂ. ഖാത്തെ പീത്തെ മസേ ഉഡാവോ. മസേ ഉഡാവോ, കഴിക്കുകയും കുടിക്കുകയും ചെയ്ത് മസേ എന്താണ്? ഹാപ്പി ആയിട്ട്, മസേ ഉണരും, ഹാപ്പി ആയിട്ട് രസകരമായി. ഉഠാവോ, ഉഠാവോ ടു എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഉഠാന എൻജോയ് ചെയ്യുക. ഖാത്തെ പീത്തെ മസേ ഉഠാവോ, രസകരമായിട്ട് നമുക്ക് വരൂ, എന്നോടൊപ്പം വരൂ എന്നാണ് പറയുന്നത്. ടു എൻജോയ് ചെയ്യാൻ വരൂ എന്നാണ് പറയുന്നത് കേട്ടോ. വൺസ് മോർ ടു റീഡിങ്. റെയിൽഗാഡി മേരാ നാം, ചുക് ചുക് ചലന മേരാ കാം, ദൂർ ദൂർ തക് സഫർ കരാത്തി, ആകെ ആകെ ചൽത്തി ജാത്തി, നേഖ രേഖ ചേതൻ ആവോ, ഖാത്തെ പീത്തെ മസേ ഉഠാവോ. ഓൾ ഓഫ് യു ടേക്ക് എ നോട്ട്ബുക്ക്. പ്രീവിയസ് ക്ലാസ്സിൽ ഈ ആൻസർ വായിച്ചപ്പോഴത്തേക്കും ടീച്ചർ ചീസേ പറഞ്ഞതിൽ മിസ്റ്റേക്ക് കൊണ്ട് ഒന്നുകൂടെ വായിച്ച് പറഞ്ഞു തരാം. മേളെ മേ സബ്നെ ക്യാ ക്യാ കിയ. മേളെ മേ സബ്നെ ചൂലെ ചൂലെ, പാലു കാ ഖേൽ ദേഖ ഔർ അപ്പനി മൻപസന്ദ് ചീസേ ഖായി. കേട്ടോ, മേളയിൽ എന്തൊക്കെയാണ് ചെയ്തത് അവർ? എന്താണ്? മേളെ മേ സബ്നെ ചൂലെ ചൂലെ, ഊഞ്ഞാലാടി. പാലു കാ ഖേൽ ദേഖ, ഭാലുവിൻ്റെ പ്ലേ കണ്ടു. അവർ അപ്പനി മൻപസന്തായ സാധനങ്ങൾ കഴിച്ചു. ദെൻ റൈറ്റ് ടുഡേയ്സ് ഡേറ്റ്. ഏകവചൻ ബഹുവചൻ. കേല കേലെ, പേഠ പേഠേ, പുല്ലിംഗ് സ്ത്രീലിംഗ്, ഷേർ ഷേർനി, ബന്ധർ ബന്ധരിയ. ഓക്കെ ചിൽഡ്രൻ, വൺസ് മോർ ടു റീഡിങ്. കേല കേലെ, പേഠ പേഠേ, പുല്ലിംഗ് സ്ത്രീലിംഗ് ഏതാണ്? ഷേർ ഷേർനി, ബന്ധർ ബന്ധരിയ അല്ലേ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും തെറ്റാതെ എഴുതുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി നീറ്റായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ആർ യു ഫൈൻ ടുഡേ? ഇപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഇന്ന് നമ്മൾ ഏത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇന്ന് ഫ്രൂട്ട്സ് ഡേ ആണ് അല്ലേ. അപ്പോൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? ഇപ്പൊ ടീച്ചർ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഗ്രേപ്സ്, ദിസ് ഈസ് പൈനാപ്പിൾ, ദിസ് ഈസ് മാംഗോ, ദിസ് ഈസ് ബനാന, ദിസ് ഈസ് ലെമൺ, ദിസ് ഈസ് സ്ട്രോബെറി. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണോ?
അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാവണമെന്നില്ല അല്ലേ? ഇപ്പോൾ ചിലർക്ക് മാംഗോ ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് ഓറഞ്ച് ആയിരിക്കാം, ചിലർക്ക് ആപ്പിൾ ആയിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് ഡേയോടനുബന്ധിച്ച് ഇവിടെ ഒരു ആക്ടിവിറ്റി ഞങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അത് കാണുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ആക്ടിവിറ്റി കാണാനായിട്ട് എല്ലാവരും റെഡി ആയിരിക്കുവാണല്ലേ? യെസ്. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റി ഒരു ബനാന, നമ്മുടെ ഫ്രൂട്ട് ഡേ ആണ്. അപ്പോൾ ഫ്രൂട്ടിൽ ഉൾപ്പെടുന്നതാണ് ബനാന അല്ലേ? യെസ്. അപ്പോൾ ബനാന കൊണ്ടൊരു കാറ്റർപില്ലറാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ടീച്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചർ കാറ്റർപില്ലർ ഉണ്ടാക്കാനായിട്ട് ഒരു ബനാന എടുത്തിട്ടുണ്ട്, 1 ബനാന. പിന്നെ എന്താണ്, ടീച്ചർ സിസർ എടുത്തിട്ടുണ്ട്. സിസർ അല്ലെങ്കിൽ നൈഫ്, നമ്മുടെ പാരൻസിൻ്റെ ഹെൽപ്പോടെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ ടീച്ചർ ഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് പേപ്പർ ഉണ്ട്. അതെന്തിനാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ടീച്ചർ എന്താണ്, ബനാന എടുക്കുന്നു, അതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ ഓക്കെ ടീച്ചർ ബനാനയുടെ കുറച്ച് ഭാഗം ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. ബനാന കട്ട് ചെയ്ത് പകുതിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നീളത്തിന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തു. അതിനുശേഷം അതിൽ നിന്ന് ബനാനയെ നമുക്ക് പുറത്തോട്ടെടുക്കാം. കണ്ടോ, ടീച്ചർ ഇങ്ങനെ നമ്മുടെ ബനാന അതിൽ നിന്ന് മാറ്റിയെടുത്തു. അതിനുശേഷം ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ടീച്ചർ ഇതിനെ തിരിച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചു വയ്ക്കുന്നു. ഓക്കെ. ഇനി ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ടീച്ചർ 2 ഭാഗത്തും ചെറിയ ചെറിയ ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുവാണ്. നിങ്ങൾ സിസേഴ്സ് അല്ലെങ്കിൽ ബ്ലേഡ് ഒന്നും യൂസ് ചെയ്യരുത്. അമ്മയോടോ അച്ഛനോടോ അവരുടെ ഹെൽപ്പോടെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ 2 സൈഡും കട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ടീച്ചർ ലെയറായിട്ട് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നോക്കിയ ടീച്ചർ എന്താണ് ചെയ്തതെന്ന് ഇടയ്ക്കിടയ്ക്കുന്ന് ഓരോന്ന് വിട്ട് ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതേപോലെ ഇവിടെ നിന്ന് സ്പേസ് കിടപ്പുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് വരുന്നതിനെ ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കാറ്റർപില്ലറിനൊരു മൗത്ത് വെക്കാം അല്ലേ? മൗത്ത് ഉണ്ടാക്കാം. നോക്കിയേ, ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഓക്കെ, ഇതാ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ടീച്ചർ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. അതിന് നന്നായിട്ട് മൗത്തൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു കാറ്റർപില്ലറിനെയാണ് കാണുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ, ചെറിയ പീസ് ഓഫ് പേപ്പർ എടുക്കുക. അതിനെ റൗണ്ട് ഷേപ്പിൽ, സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ബ്ലാക്ക് കളർ സ്കെച്ചോ ക്രയോൺസോ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് നമ്മുടെ കാറ്റർപില്ലറിന് ഐസ് വെച്ച് കൊടുക്കാം. ഓക്കെ, കണ്ടോ, 2 സൈഡ്സിലും ഐസ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബനാന കാറ്റർപില്ലർ റെഡിയായി. കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ബനാന ഉണ്ടല്ലോ, ബനാനയെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ, കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം കണ്ടോ, ശേഷം ഈ പീസ് ചെയ്തെടുത്ത ബനാന ഇതിങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് കണ്ടോ അറേഞ്ച് ചെയ്യുക. ഇതുപോലെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്കൊരു ബനാന കാറ്റർപില്ലർ റെഡിയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കണ്ടോ, കണ്ണൊക്കെ വെച്ച് കൊടുത്തു, ഓപ്പൺ ആയിട്ടിരിക്കുന്ന മൗത്തുണ്ട്. ദെൻ വളരെ നീറ്റായിട്ട് ഇതുപോലെ വളരെ നീറ്റായിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് ബനാന കാറ്റർപില്ലർ കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ.